കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒന്നാണ് കഥകൾ. അതും പ്രേതകഥകളാണെങ്കിലോ ത്രില്ലടിച്ച് നമ്മൾ അങ്ങനെ കേട്ടിരുന്നു പോകും. അത്തരത്തിൽ പേടിപ്പിക്കുന്ന ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങൾക്ക് വേണ്ടി ആ കഥ ഞാനിവിടെ പറയട്ടെ. അതിനു മുമ്പ് ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ഷീല അവൾ കോളേജ് കഴിഞ്ഞ് ബാക്കി സമയം അവളുടെ അങ്കിളിന്റെ ഡോണറ്റ് കടയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യാറുണ്ട്. ഷീലയ്ക്ക് പാരൻസ് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷീല അങ്കിളിന്റെയും ഫാമിലിയുടെയും കൂടെയായിരുന്നു താമസിച്ചിരുന്നതും പഠിച്ചിരുന്നതും. അന്ന് പതിവ് പോലെ ഷീല കോളേജ് കഴിഞ്ഞ് ഡോണറ്റ് ഷോപ്പിലേക്ക് എത്തിയപ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. സാധാരണ അവിടെ ജോലി നോക്കാറുള്ള മീന അവളന്ന് ലീവായിരുന്നു. ഇത് കേട്ടതും ഷീലയ്ക്ക് ചെറിയ രീതിയിൽ പേടി തോന്നുന്നുണ്ട്. കാരണം അന്ന് രാത്രി അവൾ തനിച്ച് വേണം ആ ഷോപ്പ് നോക്കി നടത്തുവാൻ. അവളുടെ അങ്കിൾ മറ്റെന്തോ കാര്യത്തിനായി വേറെ എവിടേക്കോ പോയിരിക്കുകയാണ്. സമയം കുറച്ച് രാത്രിയായിട്ടും ഒരു കസ്റ്റമറും ആ കടയിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ സമയം പോകാനായി അവൾ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കടയിൽ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു കപ്പ് ചായയും എടുത്ത് ഒരു ടേബിളിൽ പോയി ഇരിക്കുന്നുണ്ട്. ആ സമയം തന്നെ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യാനും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ മഴയും നോക്കി സന്തോഷത്തോടെ അവൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രദേശത്തൊന്നൊക്കെ കറണ്ട് പോകുന്നത്. കറണ്ട് പോയ സമയത്ത് തന്നെ കടയിൽ ആരോ കയറി വരുന്നതും അവൾ കണ്ടിരുന്നു. ആരാണ് കടയിലേക്ക് കയറി വന്നതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആരാണെങ്കിലും കറണ്ട് പോയിരിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കായി ഒന്നും ഉണ്ടാക്കി തരുവാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും കട നോക്കുന്നത് നന്നായിരിക്കുമെന്ന് അവൾ ആ കയറി വന്ന ആളോട് പറയുന്നുണ്ട്. പക്ഷേ അയാളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മറുപടിയും അവൾക്ക് ലഭിച്ചില്ല. ഇത് കണ്ടതും ഷീല, ഹലോ, ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ മറ്റേതെങ്കിലും കടയിൽ പോയി നോക്കൂ, ഇവിടെ നിന്നും ഒന്നും ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ സാധിക്കില്ല എന്ന് അവൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ ഷീല അത്രയും പറഞ്ഞിട്ടും ആ കയറി വന്ന മനുഷ്യൻ മാത്രം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടതും ഷീലയ്ക്ക് ചെറിയ രീതിയിൽ പേടി തോന്നുന്നുണ്ട്. അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആയത് കൊണ്ട് തന്നെ വെളിച്ചത്തിനായി അവൾ കടയിൽ നിന്ന് 1-2 മെഴുകുതിരി എടുത്ത് കത്തിക്കുന്നുണ്ട്. ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവൾ കണ്ടത് ഒരു പെൺകുട്ടിയെ ആയിരുന്നു. ആ പെൺകുട്ടിയുടെ വേഷം മുഷിഞ്ഞതും കീറിയതുമായിരുന്നു. മാത്രമല്ല അവളുടെ ശരീരത്തിലെ പല മുറിവുകളിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ആദ്യമൊന്ന് ഭയന്നെങ്കിലും ഷീല വേഗം ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി എന്തു പറ്റിയതാണ്, വല്ല അപകടവും പറ്റിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് മറുപടിയായിട്ട് ആ പെൺകുട്ടി പറഞ്ഞത്, എമർജൻസി സിറ്റുവേഷനാണ്, എന്നെ കൊല്ലാനായി ഒരു കില്ലർ എൻ്റെ പിറകെ വരുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ ഒന്ന് വിവരം അറിയിക്കൂ. ഇതായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. പക്ഷേ ഈ കാര്യം പറയുമ്പോൾ ആ പെൺകുട്ടി ഒരു പാവയെ പോലെ അല്ലെങ്കിൽ ഒരു യന്ത്രത്തെ പോലെ ഭാവങ്ങളൊന്നുമില്ലാതെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പെൺകുട്ടി ഇത് പറയുന്ന സമയം ഷീല അവളെ മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ട്. ഏകദേശം തൻ്റെ തന്നെ പ്രായം തോന്നിക്കുന്ന ആ പെൺകുട്ടി വിളറി വെളുത്ത മുഖത്തോടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ പെൺകുട്ടിയുടെ കാലുകൾ അത് ഷീലയ്ക്ക് വ്യക്തമായും കാണാൻ സാധിച്ചില്ല. എങ്കിലും ഷീല അവളോടായി പറഞ്ഞു, നിങ്ങൾ അകത്തുള്ള വാഷ്റൂമിൽ പോയി ഈ രക്തവും ചളിയും കഴുകി വൃത്തിയാകൂ, അപ്പോഴേക്കും തൊട്ടടുത്തുള്ള പബ്ലിക് ബൂത്തിൽ പോയി പോലീസിനെ ഞാൻ വിവരം അറിയിച്ചോളാം. ഇത് കേട്ടതും ആ പെൺകുട്ടി പതുക്കെ വാഷ്റൂമിലേക്ക് നടന്നു പോകുന്നു. ഷീലയും ആ ഷോപ്പിന്റെ ഡോർ ക്ലോസ് ചെയ്ത് നേരെ പബ്ലിക് ബൂത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നും പോലീസിനെ വിളിച്ച്, എൻ്റെ ഷോപ്പിലേക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടി കയറി വന്നു, അവളെ കൊല്ലുവാനായി ഏതോ ഒരു കില്ലർ പിന്നാലെ കൂടിയിട്ടുണ്ട്, ഞാനും ആ പെൺകുട്ടിയും ഇപ്പോൾ ഷോപ്പിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഞങ്ങൾക്ക് വളരെ ഭയം തോന്നുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നു. ഇത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഷീലയും കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. അഡ്രസ്സ് എഴുതിയെടുത്തതിനു ശേഷം പോലീസ് പറഞ്ഞത്, ഇവിടെ നിന്നും കുറച്ചധികം ദൂരമുണ്ട് നിങ്ങളുടെ ഷോപ്പിലേക്ക്, അതുകൊണ്ട് ആര് തന്നെ വന്നാലും നിങ്ങൾ കതക് തുറക്കേണ്ടതില്ല, ഷോപ്പിനകത്ത് കതക് പൂട്ടി ഭദ്രമായിരിക്കൂ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് എത്താൻ ശ്രമിക്കാമെന്ന് പോലീസ് പറയുന്നു. ഇത് കേട്ടതും ഷീല പെട്ടെന്ന് ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു ഓടുന്നുണ്ട്. ഷോപ്പിനകത്തേക്ക് കയറി വാതിലടയ്ക്കാൻ നേരം ഷോപ്പിന്റെ തൊട്ടു മുൻപിലായി ഒരു ട്രക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ട്രക്കിൽ നിന്നും ഒരു മധ്യവയസ്കൻ ചാടി ഇറങ്ങുകയും ചെയ്യുന്നു. അയാൾ നേരെ ഷീലയുടെ അടുത്തേക്കാണ് വന്നത്. ഷീലയെ കണ്ടതും അയാൾ ആദ്യം ചിരിച്ചുകൊണ്ട് എനിക്ക് 2 ഡോണറ്റ് വേണമെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട ഷീല, ഇപ്പോൾ ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്, മാത്രമല്ല കട ക്ലോസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു, ഈ സമയം ഡോണറ്റ് ഉണ്ടാക്കി തരാൻ എനിക്ക് സാധിക്കില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട അയാൾ ചിരിച്ചുകൊണ്ട്, ഷോപ്പ് അടയ്ക്കുവാനുള്ള സമയമായിട്ടില്ലല്ലോ, മാത്രമല്ല നിങ്ങൾ ഇത്രയും നേരത്തെ ഷോപ്പ് അടയ്ക്കാറുമില്ല, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് 2 ഡോണറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വാ എന്ന് പറയുന്നു. അയാളുടെ ആ പരുഷമായ സ്വഭാവം കണ്ട് എന്തോ പന്തികേട് തോന്നിയ ഷീല കഴിഞ്ഞ പിറന്നാളിന് തൻ്റെ അങ്കിൾ സമ്മാനമായി തന്ന ഹോക്കി സ്റ്റിക്ക് അയാൾ അറിയാതെ കയ്യിലെടുക്കുന്നു. അതിനുശേഷം അയാളോട് വീണ്ടും ഷീല പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോകൂ,
ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല, കറണ്ട് പോയിരിക്കുകയാണ്. പക്ഷെ അയാൾ വിടുന്ന മട്ടില്ല. അപ്പോഴും അയാൾ ഷോപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് എനിക്ക് 2 ഡോണറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വാ എന്നായിരുന്നു. ഇത് പറയുന്ന സമയം അത്രയും അയാൾ ഷീലയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല. ആ ഷോപ്പിന്റെ എല്ലാ ഭാഗത്തേക്കുമായിരുന്നു അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് ഷീലയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഷീലയ്ക്ക് ഒരു കാര്യം ഉറപ്പായി, ആ പെൺകുട്ടിയെ കൊല്ലാൻ വന്ന കില്ലർ ഇയാൾ തന്നെയാണ്. അയാൾ തിരയുന്നത് ആ പെൺകുട്ടിയെ തന്നെയാണ്. ഒരുപക്ഷെ ഈ ഷോപ്പിലേക്ക് ആ പെൺകുട്ടി കയറി വന്നത് അയാൾ എവിടെയെങ്കിലും നിന്ന് കണ്ടു കാണും. അയാളുടെ ക്രൂരമായ മുഖവും പരുഷമായ സംസാരം കേട്ട് ഷീലയാകെ പേടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ സമയത്തെങ്ങാനും വാഷ്റൂമിൽ കയറിയ ആ പെൺകുട്ടി തിരിച്ചിറങ്ങുമോ എന്നും ഷീല പേടിക്കുന്നുണ്ട്. കാരണം അവളെ ഈ കടയിൽ കണ്ടാൽ ഈ കില്ലർ തീർച്ചയായിട്ടും അവളെ കൊല്ലും. അതുകൊണ്ട് തന്നെ അയാളെ എത്രയും പെട്ടെന്ന് കടയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഷീല പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അയാൾ കടയിൽ നിന്ന് പോകുന്ന മട്ട് കാണുന്നില്ല. മാത്രമല്ല അയാൾക്ക് ഇപ്പോൾ ആവശ്യം ഡോണറ്റ് അല്ല, അയാൾ മറ്റു കാര്യങ്ങളാണ് ഷീലയോട് അപ്പോൾ ചോദിച്ചത്. ഈ കടയിൽ നീ മാത്രമാണോ ഉള്ളത്, മറ്റാരുമില്ലേ? അതുപോലെ ഈ കടയിലേക്ക് ആരെങ്കിലും കയറി വന്നിട്ടുണ്ടായിരുന്നോ? ഇവിടെ നീയല്ലാതെ വേറെ ആരും വർക്ക് ചെയ്യുന്നില്ല? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം അയാൾ ഷീലയോട് ചോദിക്കാൻ തുടങ്ങി. ഇത് കേട്ടതും ഷീലയ്ക്ക് ദേഷ്യം വരികയാണ് ചെയ്തത്. നിങ്ങൾ മര്യാദയ്ക്ക് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയെന്ന് ഷീല ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്താണ് ഷീല പേടിച്ചതുപോലെ ആ പെൺകുട്ടി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ പെൺകുട്ടിയെ കണ്ടതും അയാൾ ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിൽക്കുന്നു. ആ പെൺകുട്ടിയാകട്ടെ ഇയാളെ കണ്ട ഭയത്താൽ അനങ്ങാൻ കഴിയാതെ വാഷ്റൂമിന്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അയാൾ കുറച്ചു നേരം ആ പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം കടയിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചതും ഷീല തന്റെ കയ്യിലിരുന്ന ഹോക്കി സ്റ്റിക്ക് വെച്ച് അയാളെ അടിച്ചതും ഒരുമിച്ചായിരുന്നു. ആ അടി കൊണ്ട് അയാൾ നിലത്ത് ചുരുണ്ടു വീഴുകയും ചെയ്യുന്നു. അടി കൊണ്ട് വീണ് കിടക്കുന്ന ആളെ നോക്കി ഷീല ദേഷ്യത്തിൽ പറഞ്ഞു, പോലീസ് ഉടനെ തന്നെ എത്തും, നിന്നെ അറസ്റ്റ് ചെയ്യാനായി. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആ പെൺകുട്ടിയെ നിനക്കൊന്നും തന്നെ ചെയ്യാനാവില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞതും പോലീസ് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസ് ഷോപ്പിനകത്തേക്ക് വന്ന് വീണ് കിടക്കുന്ന അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പോലീസുകാരൻ നേരത്തെ ഓടി വന്ന പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുന്നു. അതിന് ഷീല വാഷ്റൂമിന്റെ സൈഡിലേക്ക് ചൂണ്ടി അതാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സമയം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ പോലീസുകാരനും ഷീലയും കൂടി വാഷ്റൂമിനകത്തേക്ക് പോയി നോക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തും ആരെയും കണ്ടില്ല. അവർ രണ്ടുപേരും ചേർന്ന് ആ ഷോപ്പിൽ ഒന്നാകെ ആ പെൺകുട്ടിക്ക് വേണ്ടി തിരയുന്നു. പക്ഷെ അവളെ ആ ഷോപ്പിൽ എവിടെയും കാണാൻ സാധിച്ചില്ല. ഷീല ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം 1 മിനിറ്റ് മുൻപ് വരെ തനിക്ക് പിറകിലായി ആ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയം കാണാനും വയ്യ. വേറെ ഒരു വഴിയിലൂടെയും അവൾക്ക് പുറത്തു പോകാനും സാധിക്കില്ല. അപ്പോൾ അവൾ എവിടെ പോയി? ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് പുറത്ത് മറ്റു പോലീസുകാർ ഉറക്കി വിളിക്കുന്നത് കേൾക്കുന്നത്. ഇത് കേട്ടതും ഷീലയോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരൻ പുറത്തേക്ക് ഓടി. അതിനു പിറകെ ഷീലയും. പുറത്തെത്തിയ അവർ കണ്ടത് ആ കില്ലർ വന്ന ട്രക്കിലേക്ക് നോക്കി നിൽക്കുന്ന പോലീസുകാരെയാണ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഷീലയും പതുക്കെ ആ ട്രക്കിനകത്തേക്ക് നോക്കും. അതിലുണ്ടായിരുന്നത് 6ഓളം പെൺകുട്ടികളുടെ ശവശരീരമായിരുന്നു. അതിലൊരു പെൺകുട്ടിയെ കണ്ടതും ഷീല സംശയത്തോടെ അവളുടെ അടുത്തേക്ക് പോയി നോക്കുന്നു. ഷീല ആകെ സ്തംഭിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം കുറച്ച് സമയം മുൻപ് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ശവശരീരമായിരുന്നു ആ ട്രക്കിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് പോലീസുകാർക്കും ആ കാര്യം മനസ്സിലായത്. അവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലറെയാണ് അവരിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലേറ്റവും അമ്പരന്നതും ഏറ്റവും ഭയന്നു പോയതും ഇപ്പോൾ ഷീലയായിരുന്നു. കാരണം ആ സീരിയൽ കില്ലർ കടയിലേക്ക് വന്നത് ആ പെൺകുട്ടിയെ തേടി ആയിരുന്നില്ല, മറിച്ച് അയാൾ തന്നെ കൊല്ലുവാനായിരുന്നു ആ കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. തന്നെ രക്ഷിക്കാനായി വന്നത് അയാളുടെ തന്നെ ഇരയായ ഒരു പെൺകുട്ടിയുടെ ആത്മാവുമായിരുന്നു. ഷീലയോട് സംസാരിക്കുമ്പോൾ അയാൾ ചുറ്റും നോക്കിയത് ആ പെൺകുട്ടിയെ ആയിരുന്നില്ല. ആ കടയിൽ ഷീല തനിച്ചേ ഉള്ളൂ എന്ന് അയാൾ ഉറപ്പുവരുത്തുകയായിരുന്നു. അതെ, തന്നെ രക്ഷിക്കാനായി ആ സീരിയൽ കില്ലറിന്റെ തന്നെ ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് എത്തിയിരിക്കുന്നത്. ഇത് വെറും ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയാണ്. എന്നാൽ ഇത്തരത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം നമ്മുടെ ചാനലിൽ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതാ ഇവിടെയും കൊടുക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ കമന്റ് ചെയ്യുവാനും മറക്കരുതേ. കാരണം നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളുമാണ് ഈ വീഡിയോയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ.